അപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് അല്ലെങ്കിൽ ഒരു ആഡ് ഓൺ ആയിട്ട് ഞങ്ങൾ കപ്പയും ചിക്കൻ കറിയും വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞു. തക്കാളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, സവാള എല്ലാം വേണം. അതൊക്കെ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി സെപ്പറേറ്റ് ഒന്ന് കുത്തിയെടുക്കാം. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചട്ടിയിലേക്ക് ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ട് ഒന്ന് വഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇത് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ബാക്കി കട്ട് ചെയ്തതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വേഗം വെക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ലിഡ് ഓപ്പൺ ചെയ്തിട്ടൊന്ന് സ്റ്റിർ ചെയ്തിട്ടെടുക്കാം, സോട്ട് ചെയ്യാം. അതിനുശേഷം ചിക്കൻ പീസ് അതിന് മുമ്പ് നമുക്ക് മസാല സ്പൈസസ് ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഈ 4 സ്പൈസാണ് ഇട്ടത്. എന്നിട്ട് അതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ പീസസും ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് വേവിക്കുക, വെള്ളം ഒഴിക്കുന്നില്ല. എന്നിട്ട് നമുക്ക് കപ്പ ക്ലീൻ ചെയ്യാം. ഞങ്ങൾ പൂളാന്നും പറയും, കപ്പ പൂളൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നല്ലോണം വാഷ് ചെയ്താലും മണ്ണൊക്കെ സ്കിന്നിന് പീൽ ഓഫ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ സ്കിന്നൊക്കെ പീൽ ഓഫ് ചെയ്തിട്ട് ചെറിയ ബൈറ്റ് പീസസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സൈസിൽ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കൊന്ന് ചിക്കൻ ചെക്ക് ചെയ്യുന്നുണ്ട് തുറന്നിട്ട്. അപ്പം വെള്ളം കുറച്ചും കൂടി കട്ടി കൂടിപ്പോയി തോന്നിയാലോ അല്ലെങ്കിൽ കട്ടി കുറവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീരെ വെള്ളം ഒഴിക്കേണ്ട. കട്ടി കൂടുതലായി തോന്നുന്നുണ്ടെങ്കിൽ ഗ്രേവി ഒന്ന് തിക്നെസ് കുറക്കാൻ വേണ്ടി ഒരു ഇത്തിരി വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ യൂഷ്വലി ഇങ്ങനെ വറുത്തരച്ച് വെക്കുമ്പോൾ നല്ല കട്ടി ഉണ്ടാവാറുണ്ട്. അപ്പം വറുത്തരച്ചൊന്നും വെക്കാത്തത് കൊണ്ട് വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. ആ ചിക്കനിലെ വെള്ളവും ഒരു ഹാഫ് ഗ്ലാസ് വാട്ടർ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് കൺസിസ്റ്റൻസി ആവും. അതിന് ശേഷം മല്ലിയില ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ഫ്ലേവറൊന്ന് വലിക്കാൻ വെക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അടുപ്പിലാണ് അമ്മ പൂള വേവിക്കാൻ വെക്കുന്നത്. ഗ്യാസ് സ്റ്റൗവിൽ മാറ്റിയിട്ട് അപ്പം വെള്ളമൊക്കെ വെച്ച് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കപ്പ മുറിച്ച പീസസ് ആയിട്ടുള്ള കപ്പയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇടാം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതായിരുന്നു. ചോറ്, മീൻ കറി, ക്യാബേജ് ഉപ്പേരി പ്ലസ് കപ്പ ആൻഡ് ചിക്കൻ കറി.